ഉത്തർപ്രദേശിലെ മധുരയിലെ നരേന്ദ്രമോദിയുടെ കോപ്രായങ്ങൾ നമ്മൾ ആരും അങ്ങനെ പെട്ടെന്ന് മറന്നു പോകില്ല. വില കൂടിയ ഒരു സെറ്റ് ഇടുന്നു, അതിനകത്ത് വില കൂടിയ കാർപ്പറ്റുകൾ വിരിക്കുന്നു, ആ കാർപ്പറ്റിന് മുകളിലേക്ക് മാലിന്യങ്ങൾ വിതറുന്നു, ആ മാലിന്യത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീകളെ നിരത്തുന്നു. അതിനിടയിലേക്ക് നമ്മുടെ മോദി വരുന്നു. മോദി വന്ന് ആ സ്ത്രീകളോട് പറയുന്നു, ഈ മാലിന്യത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ വേർതിരിച്ചെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മോദിയും അവരോടൊപ്പം ഈ മാലിന്യത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇത്രയ്ക്കും വില കൂടിയ ഒരു സെറ്റ് എന്തിനാണ് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കിയത്? അതെവിടെയെങ്കിലും വെച്ച് ചെയ്താൽ പോരായിരുന്നു? എന്തിനാണ് ഇത്രയ്ക്കും വില കൂടിയ കാർപ്പറ്റുകൾ വിരിച്ചിട്ടുള്ളത്? ഇതൊരു പ്രഹസനമല്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവരാകെ കഷ്ടപ്പാടിലായി. അങ്ങനെ അത് 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. മോദി അതിലൂടെ ഉദ്ദേശിച്ചത് വലിയ സന്ദേശം എന്നുള്ളതാണ് BJPയും സംഘപരിവാറും പറയുന്നുള്ളത്. അതേപോലെയുള്ള ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് മോദി ഇപ്പോൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം വെൽ പ്ലാനാണ്. ഇത്തിരി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെ താനങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് മോദി മാമല്ലപുരത്തെ ബീച്ചിലോട്ട് കടന്നു വന്നു. ബീച്ചിലേക്ക് വന്നിട്ട് അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്നു. ആളുകളൊക്കെ കളഞ്ഞ കുപ്പികൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ മോദി ഇങ്ങനെ പെറുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ ദൃശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും സംഘമിത്രങ്ങൾക്കൊക്കെ ഉണ്ടായി. കാരണം ഇപ്രാവശ്യം ആരുമൊന്നും കുറവ് പറയില്ല എന്ന്. അപ്പോൾ മോദി ആ ദൃശ്യത്തിലൂടെ ഉദ്ദേശിച്ചത് വലിയ ഒരു സന്ദേശം എന്നുള്ളതാണ്. പക്ഷേ ആ സന്ദേശം 8 നിലയിൽ പൊട്ടിപ്പോയി എന്ന കാര്യം പറയാനാണ് ഞാൻ ഈ ദൃശ്യം ചെയ്യുന്നുള്ളത്. അതായത് മോദി പ്ലാസ്റ്റിക്കുകൾ പെറുക്കിയെടുത്തത് അവിടെ ശുചീകരണത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മോദി നൽകിയ സന്ദേശം തന്നെ ഏറ്റവും വലിയ തെറ്റായി മാറിയിരിക്കുന്നു. കാരണം മോദി ഈ പ്ലാസ്റ്റിക്കുകൾ പെറുക്കിയെടുത്തിട്ടത് മറ്റൊരു പ്ലാസ്റ്റിക്കിലോട്ട് തന്നെയാണ്. മോദിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരു നല്ല സന്ദേശമായി മാറും? പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് മോദി തരുന്നതെങ്കിൽ ഇതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതായത് ഇപ്രാവശ്യവും മോദിക്കൊരു പണി കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിനെതിരെ പോരാട്ടം നടത്താൻ വരുന്ന നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ഇങ്ങനെ 8 നിലയിൽ പൊട്ടുന്ന നാടകവുമായി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ച മോദിക്ക് 8ന്റെ പണി തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചില സൈബർ തൊഴിലാളികൾ നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.